Hi friends, welcome to my new video. Today we are going to cook prawns fry. ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് ഫ്രൈ ആണ്. അത് നമ്മൾ സ്റ്റാർട്ടറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കറി പോലെയല്ല, ഫ്രൈ പോലെ സ്റ്റാർട്ടറൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കാണിക്കാം. Cornflour 1 tablespoon. കോൺഫ്ലവർ നമ്മൾ 1 ടീസ്പൂൺ ഇട്ടു. ഇനിയും അരിപ്പൊടി 1 ടീസ്പൂണ്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, പെപ്പർ പൗഡർ, 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരിയാണ്, ആവശ്യമായ ഉപ്പ്, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചതാണ്. ഇനി ഇതിലേക്കൊരു മുട്ട കൂടെ പൊട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് സ്വീറ്റ് ചില്ലി സോസ് ആണ്. ഇതിന്റെ ഒരു 1/2 ടേബിൾ സ്പൂൺ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ സമയത്ത് നോക്കണം ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണോ, എരിവ് ഒക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനിയും ഇതുപോലത്തെ ഈ ഇറുക്കിരിയില്ലേ, ടൂത്ത് പിക്ക്, അതെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഇത് ഓരോന്നായിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഞാനിപ്പം നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ളത് ഇങ്ങനെ ടൂത്ത് പിക്കിൽ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് നല്ലൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്കത് ഇതുപോലെ തന്നെ ആവശ്യം വരുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പാൻ വെച്ച് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. നമ്മളിതെല്ലാം ഒന്നിപ്പം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാവുന്നതാണ്. പ്രോൺസ് ഫ്രൈ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്യാം. So hot. This is very crispy and yummy. It is one of my favorite starters. All of you please try it. എല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടും. Hope you all like this video. Thank you and bye bye. See you all in the next video.